വജഹ്തു വജിഹിയ ലില്ലദി ഫത്തറ സമാവാതി വൽ അർള ഹനീഫൻ മുസ്ലിമ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മുഖത്തെ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടാവായ റബ്ബിനെ അഭിമുഖമാക്കി വെക്കുന്നു എന്നാണ് അവിടെ പറയുന്നത്. എന്താണ് പറഞ്ഞത്? അതിനേക്കാൾ കനപ്പെട്ടൊരു വാചകം നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിജ്ഞാരൂപത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും നടത്തിയിട്ടുണ്ടാവുമോ? നമ്മളിതിനെ ദുആ ഉൽ ഇഫ്തിതാഹ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അതിൽ ദുആ അല്ല, അത് ഒരു പ്രതിജ്ഞയാണ്. എൻ്റെ മുഖത്തെ ഞാൻ എൻ്റെ സൃഷ്ടാവായ പ്രപഞ്ചങ്ങളുടെ നാഥനായ റബ്ബിന് അഭിമുഖമാക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ താല്പര്യങ്ങളൊക്കെയും തന്നെ റബ്ബിൻ്റെ താല്പര്യമായി മാറിക്കഴിഞ്ഞു. അവൻ്റെ തൃപ്തിയാണ് എൻ്റെ തൃപ്തി. ആ വിധത്തിൽ അതായി മാറിക്കഴിഞ്ഞു. ആ വിധത്തിൽ ഞാൻ എന്നെ സ്വയം പ്രതിഷ്ഠിക്കുന്നു എന്നാണ് നമസ്കാരത്തിൻ്റെ തുടക്കത്തിൽ നമ്മളെല്ലാവരും പ്രതിജ്ഞ ചെയ്തുകൊണ്ട് പറയുന്നത്. എന്നാലോചിച്ച് നോക്കുക, ആ പ്രതിജ്ഞ അതിൻ്റെ കാമ്പ് ഉൾക്കൊണ്ടുകൊണ്ട് ഇടനെഞ്ചിൽ കൈ വെച്ചുകൊണ്ട് നമ്മൾ പറയുകയാണെങ്കിൽ അത് എത്രത്തോളം നമുക്ക് അതിനെ അവഗണിക്കാൻ കഴിയും? വളരെ ഗൗരവമുള്ളൊരു പ്രതിജ്ഞയല്ലേ നമ്മൾ നടത്തുന്നത്. എന്നിട്ട് പിന്നെ അതിനെ തുടർന്നുള്ള കാര്യം എന്താ? ഇന്ന സ്വലാത്തി, ഒരു വാചകം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വിടുകയാണ്. ഇന്ന സ്വലാത്തി വനുസുക്കി വ മഹിയായ വ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നമ്മളൊരു പ്രഖ്യാപനം നടത്തുക. നിശ്ചയമായിട്ടും എൻ്റെ നമസ്കാരം, ഇന്ന സ്വലാത്തി വനുസുക്കി എൻ്റെ അനുഷ്ഠാനങ്ങൾ, വ മഹിയായ എൻ്റെ ജീവിതം, വ മമാത്തി എൻ്റെ മരണം, ഇതൊക്കെയും ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നാണ്. ഇതിൽ പെടാതെ ഏതെങ്കിലും ഉണ്ടോ? മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് സംഗതി ഉണ്ടെങ്കിലും അത് തീർച്ചയായിട്ടും മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സംഗതിയും അള്ളാഹുവിന് സമർപ്പിച്ചുകൊണ്ടുള്ളതാണ് ഈ പ്രഖ്യാപനം. അതൊരു പ്രതിജ്ഞയാണ്. പടച്ചവൻ്റെ മുന്നിൽ നമ്മൾ വന്ന് നിന്ന് ശപഥം ചെയ്യുകയാണ്. പക്ഷെ നമ്മളത് എത്രത്തോളം ഓർക്കാറുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. ഇത് വിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിൽ 3 സന്ദർഭങ്ങളിലായിട്ട് വന്ന ആയത്തുകളെ 3 ആയത്തുകൾ ചേർത്ത് വെച്ചുകൊണ്ട് രൂപപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനയാണിത്, അല്ലെങ്കിൽ ഒരു പ്രതിജ്ഞ സ്വഭാവത്തിലുള്ള ഒരു വചനമാണ്. ഇതാണ് നമസ്കാരത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറയുന്ന കാര്യം. ഇത് മനസ്സ് തട്ടിക്കൊണ്ട് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് നമ്മുടെ ജീവിതത്തിൽ വലിയ റിഫ്ലക്ഷൻ ഉണ്ടാകും. അപ്പോൾ ദുആ ഉൽ ഇഫ്തിതാഹിൻ്റെ പ്രാധാന്യം അത്രയും വലിയതാണ്. 3 വാചകങ്ങൾ വിശുദ്ധ ഖുർആനിലെ തന്നെ ഒരു സൂറത്തുൽ അൻആമാണെന്നാണ് എൻ്റെ ഓർമ്മ. 3 വാചകങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണത്. ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കണമെങ്കിൽ കേരളീയ സമൂഹത്തിൽ നിസ്കരിക്കുന്ന എല്ലാവരിലും ആ ഒരു ഉൾക്കൊള്ളലും ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന വിധത്തിലൊന്നും ആവില്ല നമ്മുടെ സമൂഹം ഉണ്ടാവുക. നമ്മൾ പലർക്കും ഭാഗികമായിട്ട് ഇങ്ങനെ പകുത്തു കൊടുത്തിരിക്കുകയാണ്. അള്ളാഹ്ക്കുള്ള വിധേയത്വം മറ്റു പലർക്കുമായിട്ട് ഇങ്ങനെ വിഹിതം വെച്ച് അങ്ങനെ കൊടുത്തിട്ട് ഉള്ള ഒരു ജീവിതത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ജീവിതം അതിൻ്റെ സാഹല്യത്തിൽ അള്ളാഹുവിന് സമർപ്പിക്കപ്പെട്ടതാണ് എന്ന് പറയാൻ കഴിയുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നത് എന്നതാണ് വസ്തുത. ഞാനതൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ നിങ്ങളെ കേൾപ്പിച്ച സൂറത്തുൽ ബഖറയിലെ 85-ാമത്തെ ആയത്തിൽ അഹ്ലുൽ കിതാബിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞ ഈ കാര്യം, വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ, ദൈവിക ഗ്രന്ഥത്തിൻ്റെ ചില ഭാഗങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്നു, വേറെ ചില ഭാഗങ്ങളെ വിശ്വസിക്കാതെ തള്ളിക്കളയുന്നു. ഇതാണോ നിങ്ങൾ ചെയ്യുന്നത്? ഇങ്ങനെ ചെയ്യുന്നത് എത്ര വലിയ ദുരന്തം വിളിച്ചു വരുത്തുന്നതാണ് എന്നതാണ് ഇവിടെ പ്രസ്താവിച്ചിട്ടുള്ള ഒരു കാര്യം. അപ്പം ഇനി ഞാനിത് നിങ്ങളുടെ ഖുർആനോട് സ്വീകരിക്കേണ്ട ഒരു സമീപനം എന്താണ് എന്നത് മനസ്സിലാക്കാൻ വേണ്ടി സൂചിപ്പിച്ചു എന്നുള്ളൂ. അത് ഖുർആനോട് മാത്രമല്ല, ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ദീന് ജീവിതത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അക്കാര്യത്തിലും നമ്മൾ സ്വീകരിക്കേണ്ട ഒരു സമീപനം എന്തായിരിക്കണം എന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരാലോചനയും ഇല്ലാതെ ആയിരിക്കും പലിശയിൽ ചെന്ന് ചാടുന്നുണ്ടാവുക, അല്ലേ? അള്ളാഹു വിലക്കിയതാണ്, ഹറാമാക്കി വെച്ചതാണ്, വലിയ അപകടമുള്ള സംഗതിയാണ് എന്നൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഒരു വീടുണ്ടാക്കാൻ ആലോചിക്കുമ്പോൾ ഒരു ബർക്കത്തും ഇല്ലാത്ത പലിശയിലേക്ക് നിങ്ങൾ കൊണ്ടുവരും, ഞാനും കൊണ്ടുവരും, അല്ലേ? നമ്മളതിൽ വളരെ സൂക്ഷ്മതയും ശ്രദ്ധയും കാണിക്കുന്ന ആളുകളായിരുന്നു. എന്നിട്ട് പോലും നമ്മൾ ഒരു വണ്ടി വാങ്ങുമ്പോൾ നമ്മളത് വലിച്ചു കൊണ്ടുവരുന്നുണ്ടാവും.
പലിശ ഏറ്റവും വലിയ ബർക്കത്ത് നഷ്ടപ്പെടുത്തുന്ന സംഗതിയാണ് അതൊക്കെ. ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ജീവിതത്തിലെ ഓരോ സ്റ്റേജിലും നമുക്ക് സൗകര്യമുള്ള ഒരു ദീനിനെ നമ്മൾ സ്വീകരിക്കും, സൗകര്യമില്ലാത്തതിനെ അങ്ങ് മാറ്റിവെക്കും എന്നൊരു രീതി സ്വീകരിക്കുന്നത് വളരെ സർവ്വവ്യാപിയായിട്ട് തന്നെ ഉണ്ട് എന്നതാണ് വസ്തുത. ഞാൻ വിശുദ്ധ ഖുർആനിൻ്റെ സാകല്യ സമീപനം എന്താണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളിലേക്ക് വരാം. ഞാൻ ബാക്കി കാര്യങ്ങൾ വിടുകയാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്, വിശുദ്ധ ഖുർആൻ അവതരിച്ച രൂപത്തിലല്ല ഇന്ന് നമ്മുടെ മുന്നിൽ ക്രോഡീകരിച്ച് കിട്ടിയിട്ടുള്ളത്, അല്ലല്ലോ. അത് ഒന്ന് താരതമ്യം ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ആദ്യമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗാർ ഹിറായിൽ വെളിപാട് കിട്ടിയത് 5 ആയത്തുകളാണ്. എല്ലാവർക്കും അറിയുന്ന സൂറത്തുൽ അലഖിലെ 5 ആയത്തുകളാണ്. ഈ 5 ആയത്തുകൾ തുടങ്ങുന്നത് എല്ലാവർക്കും അറിയാം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അതിൽ ആദ്യത്തെ അവതരണത്തിൽ ബിസ്മി ഉണ്ടായിരുന്നോ? ഒന്ന് ജസ്റ്റ് ഒന്ന് ഫിക്റാക്കി നോക്കി. ബിസ്മി കൊണ്ടാണോ സൂറത്തിൻ്റെ അവതരണം തുടങ്ങിയിട്ടുള്ളത്? അല്ല, ഈ 5 ആയത്തുകളാണ്. പക്ഷെ അതിൽ ബിസ്മി സംബന്ധമായൊരു കാര്യം പറയുന്നുണ്ട്, അല്ലേ? ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നാണ് പറയുന്നത്. വായിക്കി, സൃഷ്ടികർമ്മം നടത്തിയ നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ വായിക്കി എന്നാണ് പറയുന്നത്. അവിടെ ബിസ്മി ഇല്ല. വിശുദ്ധ ഖുർആനിൽ ഈ സൂറത്ത് വരുന്നത് 95ാമത്തെ പൊസിഷനിലാണെന്ന് തോന്നുന്നു. 95ആണോ 96ആണോ? നിങ്ങളിപ്പോൾ ഇന്ന് ചെക്ക് ചെയ്ത് നോക്കി. സൂറത്തുൽ അലഖാണ്. ഇത് ഖുർആൻ്റെ തുടക്കമല്ല, പക്ഷെ വഹിയായിട്ട് അവതരിച്ച് കിട്ടിയതിൻ്റെ തുടക്കമാണത്. ഇനി ആദ്യത്തെ സൂറത്തായിട്ട് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയുക സൂറത്തുൽ ഫാത്തിഹയാണ്. 7 ആയത്തുകളുള്ള ഖുർആൻ അതിനെ പരാമർശിക്കുന്നത് സബ്ഉം മിനൽ മസാനി എന്നാണ്. ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന 7 ആയത്തുകൾ എന്നൊരു സൂചനയിൽ ഖുർആൻ അതിനെ ഒരിടത്ത് സൂചിപ്പിക്കുന്നുണ്ട്. സബ്ഉം മിനൽ മസാനി. അതിൽ 7 ആയത്തുകൾ ബിസ്മി ഉള്ള വിധത്തിലാണോ ഇല്ലാതെയാണോ? ഇല്ലാതെ 7 ആയത്തുണ്ടോ? ബിസ്മി കൗണ്ട് ചെയ്യണില്ലെങ്കിൽ 6 ആയത്തേ ഉള്ളൂ. ബിസ്മി കൂടി ഉണ്ടെങ്കിലേ 7 ആയത്തുണ്ടാവുള്ളൂ. അപ്പോൾ സൂറത്തുൽ ഫാത്തിഹയുടെ ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഭാഗമാണെന്ത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത്. ഖുർആനിൽ വേറെ ഇടത്ത് ഒരു സൂറത്തിന് ബിസ്മി കൊണ്ട് തുടങ്ങണില്ല. വേറെ സൂറത്തിനകത്ത് സുലൈമാൻ അലൈഹിസ്സലാം ബൽഖീസ് രാജ്ഞിക്ക് അയച്ച കത്തിൻ്റെ തുടക്കം എന്ന നിലക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് അതുണ്ട്. അപ്പോൾ ആകെ 114 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമാണ് ഖുർആനിലുള്ളത്. ഒരു സൂറത്തിൻ്റെ തുടക്കത്തിലില്ല. ആ സൂറത്ത് ഏതാണെന്ന് അറിയാം? സൂറത്ത് തൗബ. അത് ബിസ്മി കൊണ്ടല്ല തുടങ്ങുന്നത്. ഒരു സൂറത്തിൽ സൂറത്ത് സബ ആണെന്നാണ് എൻ്റെ ഓർമ്മ. സുലൈമാൻ അലൈഹിസ്സലാം ബൽഖീസ് രാജ്ഞിക്ക് അയച്ച കത്തിൻ്റെ തുടക്ക വാചകമായിട്ട് ബിസ്മില്ലാഹി ഫൈന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഫൈന്നഹു മിൻ സുലൈമാന ഫൈന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിധത്തിലാണ് അത് അടക്കാൻ. അപ്പോൾ ഇത് 114 നംലിലാണോ? നംലായിരിക്കും. അപ്പം 114 സൂറത്തുകളാണ് വിശുദ്ധ ഖുർആനിലാകെയുള്ളത്. 114 ബിസ്മിയുമാണ് ഇതിലുള്ളത്. പക്ഷെ ഇവിടെ സൂറത്തുൽ ഫാത്തിഹയിലെ ആദ്യത്തെ ആയത്ത് ബിസ്മിയാണ്. ബാക്കി സൂറത്തുകളിലെ തുടക്കത്തിലുള്ള ബിസ്മി സൂറത്തിൻ്റെ ഭാഗമായിട്ട് എണ്ണാറില്ല. അത് എണ്ണാതെയാണ് നമ്മൾ 6236 ആയത്തുകളാണ് ഖുർആനിൽ ആകെ ഉള്ളതെന്ന് പറയുന്നത്. സൂറത്തിനെ വേർതിരിച്ച് കാണിക്കാൻ വേണ്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഖുർആനിൽ നമ്മൾ രേഖപ്പെടുത്തിയത് കാണുന്നുണ്ട്. അത്രയേ ഉള്ളൂ. അതിൽ സൂറത്തുൽ അലഖിൽ പടച്ച തമ്പുരാൻ അതിശ്രദ്ധേയമായൊരു അദബ് പഠിപ്പിക്കുന്നുണ്ട്. ആ അദബിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനാണ് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ കാണുന്നത്. എന്താണ് അള്ളാഹ് അവിടെ പഠിപ്പിച്ചത്? ഇഖ്റ എങ്ങനെ വായിക്കണം, എന്ത് വായിക്കണം എന്നല്ല അവിടെ പറയണത്. എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നാണ് പറയുന്നത്. എന്താണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അത് ആ നിലക്ക് വായിക്കണം. അതെങ്ങനെയാണ് ഇവിടെ പറയുന്നത്?
ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. നീയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്ന് പറഞ്ഞു തന്നുകൊണ്ടാണ് ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ സൃഷ്ടികർമ്മം നടത്തിയ നാഥൻ്റെ നാമത്തിൽ നീ വായിക്കണം. ഇത് ഖുർആന്റെ വായനക്കാരെ എവിടെയാണ് നടപ്പിലാക്കുന്നത്? ഏറ്റവും വിചിത്രമായൊരു കാര്യം കേൾക്കണോ? കോടിക്കണക്കിന് പുസ്തകങ്ങൾ ലോകത്തുണ്ട്. അതിൽ ഒരു പുസ്തകം പോലും അതിൻ്റെ ആദ്യത്തെ അധ്യായം വായനക്കാരൻ പറയുന്ന വിധത്തിൽ കാണാൻ കഴിയില്ല. കണ്ടിട്ടുണ്ടോ? അത് ഖുർആൻ മാത്രമാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ 7 ആയത്തുകൾ ഒരൊറ്റ അട്ടറൻസാണ്. ആ ഭാഷണം നടത്തുന്നത് ആരാണ്? ഖുർആൻ വായിക്കുന്ന ആളാണ്. ആദ്യത്തെ വായനക്കാരൻ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ്, അല്ലേ? പിന്നെ വിശ്വാസികളും ഇപ്പോൾ എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആളുകളും ഖുർആൻ വായിക്കുന്നുണ്ട്. അത് പടച്ചതമ്പുരാൻ്റെ അടുക്കൽ നിന്നുള്ള തൻസീലാണെന്ന് അംഗീകരിച്ചുകൊണ്ട് വായിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ ഉണ്ട്. അപ്പോൾ വായനയുടെ ഒരു മര്യാദ തുടക്കത്തിൽ അള്ളാഹ് പഠിപ്പിക്കുകയാണ്. അത് ഖുർആൻ്റെ അവതരണത്തിൻ്റെ ഘട്ടത്തിൽ തന്നെ പഠിപ്പിച്ചു കഴിഞ്ഞു. എങ്ങനെ വായിക്കുന്നത്? ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. ഇതാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ആദ്യത്തെ ആയത്തിൽ നമ്മൾ പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനി റഹീം എന്ന് പറഞ്ഞു. ഇത് വലിയൊരു മാറ്റം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ്. 2 രീതിയിലാണ് വായന സാധിക്കുക. നിങ്ങൾ എന്ത് വായിച്ചാലും കുഴപ്പമില്ല. 2 രീതിയേ ഉള്ളൂ. നിങ്ങൾ കൈവിരലുകളെ വായിക്കാം, നിങ്ങളുടെ മൂക്കിൻ്റെ ആകൃതിയെ വായിക്കാം, നെറ്റിത്തടത്തെ വായിക്കാം, നിങ്ങളുടെ മുടിയെ വായിക്കാം, ജലപ്പരപ്പിനെ വായിക്കാം, ഈ ഫോളേജിനെ വായിക്കാം, ഈ പച്ചപ്പുണ്ടല്ലോ ഹരിതാപമായി ഉള്ള ചുറ്റുപാടിനെ വായിക്കാം, ആകാശത്തെ വായിക്കാം, പുസ്തകങ്ങൾ വായിക്കാം. എന്തും മനുഷ്യൻ വായിക്കുകയാണ്. എന്ത് വായിച്ചാലും ഒന്നേ നിങ്ങൾ വായിക്കുന്നുള്ളൂ. അതെന്താണ്? വായിക്കുന്നതൊക്കെയും പടച്ചതമ്പുരാൻ്റെ ആയാത്തുകളാണ്. എങ്ങനെയാണ് മനസ്സിലാകണം? അത് അള്ളാഹ് നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. സനുരീഹിം ആയാത്തിനാ ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം. ഒരുപാട് ആയത്തുകൾ നമുക്ക് വായിക്കാൻ വേണ്ടി. വായിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? വെറുതെ ഉരുവിടലല്ലോ. നോക്കലും നിരീക്ഷിക്കലും ഉൾക്കൊള്ളലും അതിനെക്കുറിച്ചുള്ള അട്ടറൻസ് നടത്തലും ഒക്കെ വായനയുടെ പ്രക്രിയയുടെ ഭാഗമാണ്. അപ്പോൾ വായനയ്ക്ക് 2 വഴികളാണുള്ളത്. ഒന്ന്, ഒരു ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നൊരു തിരിച്ചറിവോടുകൂടിയുള്ള വായനയാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടാവായൊരു റബ്ബുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടുള്ളൊരു വായന. മറ്റൊന്ന്, അതിനെ അംഗീകരിക്കാതെയോ തിരിച്ചറിയാതെയോ ഉള്ള ഒരു വായന. ഈ 2 വായനയുടെ രീതികളാണുള്ളത് ലോകത്ത്. അപ്പോൾ എന്താ വായിക്കാനുള്ളത്? എന്ത് വായിച്ചാലും അത് അള്ളാൻ്റെ ആയാത്തുകളാണ്. കൗനിൽ അസംഖ്യം ആയാത്തുകളുണ്ട്. ഈ പ്രപഞ്ചത്തിൽ അസംഖ്യം ആയാത്തുകളുണ്ട്. ഇപ്പോൾ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് പ്രപഞ്ചം എന്ന ആശയമില്ല, ഉണ്ടോ? ഭൂമി ആകാശം എന്നുള്ള ആശയമുണ്ട്. ഖുർആൻ ഈ 2 സംഗതികളും ചേർത്ത് പറയുന്നത് മിക്കപ്പോഴും ഈ പ്രപഞ്ച സാകല്യത്തെ ഒന്നാകെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. സമാവാത്തു വൽ അർള് 2 ഒരുമിച്ച് പറയുന്നത് ഈ പ്രപഞ്ച സാകല്യത്തെ ഒരുമിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഖുർആൻ അവതരിച്ച കാലത്ത് അറബി ഭാഷയിലും ഞാൻ കൗൻ എന്ന പദം പ്രയോഗത്തിൽ വന്നതായിട്ട് കണ്ടിട്ടില്ല. എന്തായാലും അത് പിൽക്കാലത്ത് ഡെവലപ്പ് ചെയ്തൊരു ആശയമാണ്. അത് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. പ്രപഞ്ചം എന്ന ആശയം മാറി പ്രപഞ്ചങ്ങൾ എന്ന ആശയത്തിലേക്ക് നീങ്ങി. യൂണിവേഴ്സ് എന്നുള്ളത് മൾട്ടിവേഴ്സായി മാറി. അത് അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, വികസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ സാധ്യത. ഇതിന് ഒരു നാഥനുണ്ട്. ഇത് സനാതത്വമുള്ള ഒരു സംഗതിയാണ് എന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് വായിക്കുന്ന ഒരു രീതിയും, അത് തിരിച്ചറിയുകയോ ഉൾക്കൊള്ളുകയോ ചെയ്യാതെ വായിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഏത് വിഷയം വായിച്ചാലാണ് അള്ളാഹുവിനെ തിരിച്ചറിയാൻ പറ്റുക? ഏത് വിഷയവും അള്ളാഹുവിൻ്റെ ആയത്താണ്. ഭാഷ പഠിക്കുന്നവൻ അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് പഠിക്കുന്നത്. ഫിസിക്സ് പഠിക്കുന്നവൻ അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് പഠിക്കുന്നത്. കോസ്മോളജി പഠിക്കുന്നവൻ അള്ളാഹുവിൻ്റെ ആയത്തുകളാണ് പഠിക്കുന്നത്. അള്ളാഹുവിൻ്റെ ആയത്തുകളെ കുറിച്ചല്ലാതെ മനുഷ്യന് പഠിക്കാൻ സാധ്യമല്ല. നമ്മൾ ഏത് മേഖലയെക്കുറിച്ച് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിലും അതൊക്കെയും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അള്ളാഹുവിൻ്റെ നമ്മളെ കണ്ണ് തുറപ്പിക്കുന്ന ഒരു ആയത്തിനെ കുറിച്ചായിരിക്കും. എന്താണ് ആയത്ത് എന്ന് പറഞ്ഞാൽ? 6236 ആയത്തുകൾ ഖുർആനിലുണ്ടല്ലോ. പ്രപഞ്ചത്തിൽ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത ആയത്തുകളുണ്ട്.
ഖുർആനിൽ ഒരിടത്ത് അള്ളാഹു പറയുന്നത് സമുദ്രങ്ങളൊക്കെയും മഷിയും വൃക്ഷങ്ങളുടെ ശിഖരങ്ങളൊക്കെയും പേനയുമാണെങ്കിലും അങ്ങനെ ഉപയോഗിക്കപ്പെട്ടാലും മാ നഫിദത്ത് കലിമാത്തുള്ള അള്ളാഹുവിൻ്റെ കലിമാത്തുകൾ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ തീർന്നു പോകില്ല എന്നാണ് പറയുന്നത്. അള്ളാഹുവിൻ്റെ വചനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അതൊന്ന് മാറ്റി മനസ്സിലാക്കണം, അപ്പോഴേ അത് ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. എങ്ങനെയാണത്? അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഒരാളിങ്ങനെ ഇരുന്ന് എഴുതുകയാണോ? അള്ള ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് ഇങ്ങനെ എഴുതുകയാണോ? ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വേറെ ആംഗിളിലാണ്. മനുഷ്യൻ ചെയ്യണ ഒരു പ്രവൃത്തിയായിട്ടാണ് അതവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ആയാത്തുകളെ കുറിച്ച് മനുഷ്യൻ കലിമാത്തുകൾ എഴുതിയാലും കഴിഞ്ഞു പോവുക കഴിച്ചു പോവുക എന്നുള്ളതല്ലാതെ, പേന തീർന്നു പോകും, മഷി തീർന്നു പോവുക എന്നൊക്കെ അല്ലാതെ എഴുതി തീരൂല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. പിന്നിട്ട ഒരു 6000 വർഷങ്ങളാണ് മനുഷ്യന് ഡോക്യുമെൻറ്റേഷൻ ഉള്ളത്. 6000 വർഷങ്ങളാണ് മനുഷ്യന് രേഖപ്പെടുത്തുന്ന ഒരു ചരിത്രമുള്ളത്. ഈ കാലയളവിൽ മനുഷ്യൻ അവൻ്റെ വൈജ്ഞാനികമായ പ്രയാണത്തിനെ കുറിച്ച്, അത് ഏത് മേഖലയിലുള്ളതായാലും നിരന്തരമായി രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ഏത് മേഖലയെക്കുറിച്ച് മനുഷ്യൻ പഠിച്ച് പലതും കണ്ടെത്തിയാലും അത് രേഖപ്പെടുത്തിയാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അത് പടച്ച തമ്പുരാൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചും അവൻ്റെ ആയാത്തുകളെ കുറിച്ചും ആകും. പക്ഷെ 2 ആറ്റിറ്റ്യൂഡിലാണ് ഉണ്ടാവുക, 2 പെർസ്പെക്റ്റീവിലാണ് ഉണ്ടാവുക. ചിലർ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന വിധത്തിലായിരിക്കും വായിക്കുകയും എഴുതുകയും ചെയ്യുക. വേറെ ചിലർ അങ്ങനെ ഇല്ലാതെയാവും. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന തിരിച്ചറിവില്ലാതെ വായിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്, തിരിച്ചറിയുന്നവരായിട്ടുമുണ്ട്. ഇതാണ് വളരെ വിസ്മയകരമായ ഒരു മുഹൂർത്തത്തിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് കേൾക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്ന വിധത്തിൽ സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു തരുന്ന ഒരു കാര്യം. മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് ഒരാശയം പങ്കുവെക്കുന്ന ഒരു കാര്യം സൂറത്തുൽ ബഖറ സൂചിപ്പിക്കുന്നുണ്ട്. വൈദ ഖാല റബ്ബുക ലിൽ മലായികതി ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ. മലക്കുകളോടായിട്ട് അള്ളാഹു പറഞ്ഞൊരു കാര്യമാണ്, ഭൂമിയിലേക്ക് ഞാൻ ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നു. മലക്കുകൾക്ക് ആകെ ബേജാറായി. അവിടെ രക്തം ചിന്തുന്ന, കുഴപ്പമുണ്ടാക്കുന്ന ആളുകളെ നിശ്ചയിക്കുകയാണോ? ഞങ്ങൾ പൂർണ്ണ സന്നദ്ധതയോടുകൂടി നിൻ്റെ തസ്ബീഹിന്, നിൻ്റെ മഹത്വത്തെ വാഴ്ത്താൻ ഇവിടെ ഉണ്ടാവുമ്പോൾ അത് വേണ്ടിയിരുന്നോ പടച്ചോനെ എന്നുള്ളൊരു ചോദ്യമാണ് മലക്കുകൾ ഉന്നയിക്കുന്നത്. അതൊരു അബദ്ധമായി പോയോ റബ്ബേ എന്നൊരു ചോദ്യം. ആ ചോദ്യത്തിന് മലക്കുകൾക്ക് അള്ള ഉത്തരം കൊടുക്കുന്നത് എങ്ങനെയാണ്? ആദം അലൈഹിസ്സലാമിനെ കൊണ്ട് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഏറ്റവും വിസ്മയകരമായൊരു ദൗത്യം നിർവഹിക്കുന്നത് കാണിച്ചു കൊടുത്തുകൊണ്ടാണ്. എന്താ ഉടനെ അള്ള പറയുന്നത്? അള്ള പിന്നൊന്നും ആ വിഷയത്തെ പറ്റി മലക്കുകളോട് പറഞ്ഞില്ല. എന്നിട്ട് പറയണത് വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. ആദമിനെ അവൻ എല്ലാ നാമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു. സുമ്മ അറളഹും അലൽ മലായിക. എന്നിട്ട് ഏതൊക്കെ നാമങ്ങളാണോ ആ സാധനങ്ങളൊക്കെയും മലക്കുകളുടെ മുന്നിൽ അള്ളാഹു പ്രദർശിപ്പിച്ചു. എന്നിട്ടോ ഫഖാല അംബിഊനി ബി അസ്മാഇ ഹൗലാ. ഇവയുടെ പേരൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു തരും എന്ന് മലക്കുകളോട് അള്ള പറയാണ്. വളരെ അയുക്തികമായിട്ട് തോന്നുന്നത് അല്ലേ? പഠിപ്പിച്ചു കൊടുത്തത് ആദമിനും, ചോദ്യങ്ങൾ ചോദിക്കുന്നത് മലക്കുകളോടും. ശരിയാവോ? ആദമിനാണ് പേരുകളൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. എന്നിട്ട് ആ പേര് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുന്നത് മലക്കുകളോടുമാണ്. മലക്കുകൾ പറയുന്നത് ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന് സ്തുതികീർത്തനങ്ങൾ അർപ്പിക്കുകയാണ്. നീ പഠിപ്പിച്ചു എന്നാൽ അല്ലാത്ത യാതൊന്നും ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവർ ഒഴിഞ്ഞു മാറി. എന്നിട്ട് അള്ളാഹ് പറയുന്നത് യാ ആദം അംബിഉഹും ബി അസ്മാഇഹിം. ആദമേ അതിൻ്റെ പേരൊക്കെ ഒന്ന് നീ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ആദം അലൈഹിസ്സലാം അതൊക്കെയും പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടില്ലേ, ഇന്നി ആലമും അലാത്ത ആലമുൻ, നിങ്ങൾക്കറിയാത്ത പല കാര്യങ്ങളും അറിയുന്നവനാണ് ഞാൻ എന്ന്. അപ്പോൾ ആദമിനെ ഒന്നും കാണാതെ, മനുഷ്യരെ ഒന്നും കാണാതെ ഞാൻ സൃഷ്ടിക്കൂല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണ്ടേ എന്നാണ് ഒരു സൂചന. ആദമിനെ സൃഷ്ടിച്ചാൽ, അല്ലെങ്കിൽ ഖലീഫ എന്ന പ്രകൃതം ഉള്ള ഒരുവനെ സൃഷ്ടിച്ചാൽ അവിടെ രക്തം ചിന്തും, ഫസാദ് ഉണ്ടാവും. ഇത് മലക്കുകൾക്ക് മനസ്സിലാവും. കാരണം എന്താ? ഉപയോഗിച്ച വാക്ക് ഖലീഫ എന്നാണ്. ഖലീഫ എന്നുള്ള വാക്കിന് അത്രയും വലിയ അർത്ഥസൂചന ഉണ്ട്.
അള്ളാഹ് അറബിയിലാണോ മലക്കുകളോട് സംസാരിച്ചത്? നമുക്കറിയില്ല. പക്ഷെ ഉപയോഗിച്ച വാക്ക് ഇവിടെ ഖുർആനിൽ അള്ളാഹു പറയുന്നത് ഖലീഫ എന്നുള്ളതാണ്. ആ ആശയം കൺവേ ചെയ്യാൻ അള്ളാഹുവിൻ്റെതായ ഒരു രീതിയിൽ മലക്കുകൾക്ക് ഉൾക്കൊള്ളാവുന്ന വിധത്തിൽ അള്ളാഹു അത് പറഞ്ഞു. അത്രേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വ്യക്തമാണ്, ഈ സ്പീഷീസ് പുതുതായിട്ട് അള്ളാഹ് ഭൂമിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സ്പീഷീസ് ആള് ഭയങ്കര സ്വാതന്ത്ര്യമൊക്കെയുള്ള ഒരു കക്ഷിയായിരിക്കും, ആള് ജഗലാണ് എന്ന് മനസ്സിലാവുകയാണ്. അപ്പം അള്ളാൻ്റെ പ്രതിനിധിയായിട്ട് ഭൂമിയിൽ വിരാജിക്കാൻ പോകുന്ന ഒരു കക്ഷി ഞങ്ങളൊന്നും പോലെയല്ല, ഭയങ്കര വ്യത്യാസമുള്ള, ഭയങ്കര സ്വാതന്ത്ര്യമുള്ള, ഇനെസ്റ്റിമബിളായ പൊട്ടൻഷ്യലുള്ള, അതല്ലേ. ഒരു പശു പ്രസവിച്ചാൽ ആ കുഞ്ഞ് എവിടെ എത്തും എന്നുള്ളത് നമുക്ക് പരമാവധി ഊഹിക്കാം. കാരണം പിന്നിട്ട മനുഷ്യ നാഗരികതയുടെ ചരിത്രത്തിൽ 6000 വർഷങ്ങളുടെ ആ ചരിത്ര കാലഘട്ടത്തിൽ ഒരു പശുവും ഐൻസ്റ്റൈനെ പോലത്തെ ഒരു പുത്രനെ പ്രസവിച്ചിട്ടില്ല. ഉണ്ടോ? ഇല്ല. മനുഷ്യ സ്ത്രീ പ്രസവിച്ച മക്കള് ആരൊക്കെയായി? ഐൻസ്റ്റൈനായി, ന്യൂട്ടനായി, മറ്റേ ഹോക്കിൻസായി, അങ്ങനെ എത്ര പ്രഗത്ഭന്മാർ മനുഷ്യരുടെ മക്കളായി മാറി. ഏതെങ്കിലും പശുവിന് അങ്ങനെ പറയാൻ കഴിയുമോ? ഏതെങ്കിലും ജീവിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? അങ്ങനെയല്ല. മനുഷ്യൻ്റെ ബുദ്ധി സാധ്യത എന്ന് പറയുന്നത് ഇനെസ്റ്റിമബിൾ ആണ്. അത് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നതല്ല. ആ വിധത്തിൽ അള്ളാഹ് അതിന് അത്യസാധാരണമായ പൊട്ടൻഷ്യൽ കൊടുത്തുകൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം എന്താ? അത്രയും ഗംഭീരമായൊരു ടാസ്കുമാണ് അവൻ്റെ മുന്നിൽ അള്ളാഹ് വെച്ചിട്ടുള്ളത്. അള്ളാഹുവിന് ആകെ എത്ര ആയത്തുണ്ട് ആർക്കും പറയാൻ പറ്റുമോ? ഖുർആനിലുള്ള ആയത്തല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രപഞ്ചത്തിൽ അള്ളാഹുവിൻ്റെ ആയത്തുകൾ എത്ര എണ്ണം ഉണ്ട്? അനുദിനം അത് എണ്ണം വർദ്ധിച്ചുകൊണ്ടേ കാണും നമ്മൾ. ഒരു മേഖലയിൽ ഞാനിപ്പോൾ ഒരു ഫീൽഡ് ഓഫ് ലേണിംഗ് കാണാം. ആ ഫീൽഡ് ഓഫ് ലേണിങ്ങിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അതൊരു 50 കൊല്ലം മുമ്പ് ഒരു പ്രത്യേക ബ്രാഞ്ച് ഓഫ് ലേണിംഗ് ആയിരുന്നെങ്കിൽ അത് ഇന്ന് 100, 150, 200 ബ്രാഞ്ചസ് ഓഫ് ലേണിംഗ് ആയിട്ട് വികസിച്ചിട്ടുണ്ട്. ഉദാഹരണം വൈദ്യശാസ്ത്രം. എൻ്റെ കുട്ടിക്കാലത്ത് അത് ഒറ്റ ശാസ്ത്രമായിരുന്നു. ഇന്നോ എത്ര സ്പെഷ്യലൈസേഷൻ്റെ പേരിലാണ് ഡോക്ടർമാർ അറിയപ്പെടുന്നത്? അതൊക്കെ ഓരോ ബ്രാഞ്ചാണ്. അത്രയും ആ വിജ്ഞാന മേഖല വികസിച്ചു എന്നാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹുവിൻ്റെ ആയാത്തുകൾ പുതിയ പുതിയ തലങ്ങളിലേക്ക് നമ്മളുടെ അതിൻ്റെ കവാടങ്ങൾ ഇങ്ങനത്തെ വികസിച്ച് തുറന്നു തരികയാണ്. അപ്പോൾ എണ്ണി തീർക്കാൻ കഴിയില്ല. ഇത്ര എണ്ണയുള്ളൂ എന്ന് പറയാൻ കഴിയില്ല. അത്രയും ആയാത്തുകൾ എക്സ്പ്ലോർ ചെയ്ത് കണ്ടെത്തിയിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയേണ്ടവൻ ആരാണ്? മലക്കുകളല്ല, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവജാലങ്ങളല്ല. അവരൊക്കെ അള്ളാഹ്ക്ക് 100% കീഴ്പ്പെട്ടവരാണ്. മനുഷ്യന് മാത്രമാണ് അതിൻ്റെ വലിയ ഹൈറ്റിലേക്ക് പോകാൻ കഴിയുക. അതുപോലെ ഏത് ഡെപ്തിലേക്കും പടുകുഴിയിലേക്ക് ചെന്ന് ചാടാനും കഴിയാം. മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണത്. അപ്പം ഈ ഒരു കാര്യം ഖലീഫ എന്നുള്ള വാക്കിൽ ക്ലിയറാണ്. അത് മലക്കുകൾക്ക് അള്ളാഹ് വേണ്ട വിധത്തിൽ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആശ്ചര്യപ്പെട്ട മലക്കുകളോട് അള്ളാഹ് കൺമുന്നിൽ ഒരു കാര്യം കാണിച്ചു കൊടുക്കുക. നിങ്ങൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ. ഈ കക്ഷിയെ വല്ലാത്ത പ്രാഗൽഭ്യമുള്ള ഒരു കക്ഷിയാണ്. എങ്ങനെ മനസ്സിലായി? നിങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലോ പേര് പറഞ്ഞു തരാൻ. അപ്പോൾ അള്ളാഹ് പേര് പറഞ്ഞു തരാൻ പറഞ്ഞു എന്നത് ആദം അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല സകല നാമങ്ങളും പഠിപ്പിച്ചു കൊടുത്തു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം ഇപ്പം ഈ ആദം അലൈഹി ഇസ്ലാമിൻ്റെ കാലശേഷം എത്രയോ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞതിന് ശേഷവും രൂപപ്പെട്ട എത്രയോ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോൺ, ഇതിനകത്തുള്ള ഓരോ സംഗതികൾ, ഇതിൻ്റെ ആപ്പുകൾ, ഇതൊക്കെ ആദം അലൈഹി ഇസ്ലാമിന് പേരറിയുമെന്നായിരുന്നോ നമ്മൾ കാണേണ്ടത്? അതോ എന്തിനേയും പേരിട്ട് വിളിക്കാനുള്ള ഒരു സ്കിൽ പടച്ച തമ്പുരാൻ ആദമിനും ആദമിൻ്റെ മക്കൾക്കും നൽകി എന്ന് മനസ്സിലാക്കുന്നതാണോ കൂടുതൽ ശരി? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനതിൽ അവസാന വാക്ക് പറയാൻ ആരുമല്ല. പക്ഷെ എനിക്ക് തദബ്ബുർ ചെയ്യല്ലോ. ഖുർആൻ തദബ്ബുർ ചെയ്യാൻ പടച്ച തമ്പുരാൻ നമുക്കൊക്കെ അവസരം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് ആദമിനെ പേരുകൾ പഠിപ്പിച്ചു എന്നതുകൊണ്ട് നൽകപ്പെടുന്ന സൂചന എന്തിനേയും കാറ്റഗറികളാക്കി തിരിച്ച് പേരിട്ട് ലേബൽ ചെയ്യാനുള്ള ഒരു സിദ്ധി, ഒരു കഴിവ് മനുഷ്യൻ അള്ളാഹു നൽകി എന്നതാണ്. നിങ്ങൾ ഏത് ബ്രാഞ്ച് ഓഫ് ലേണിങ്ങും പഠിക്കാൻ നോക്കി. എക്കണോമിക്സ് പഠിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. സാമ്പത്തിക ശാസ്ത്രം അത് ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് പഠിക്കുമ്പോൾ നമ്മളതിൽ ആദ്യം കാണുന്നത് എന്താണ്?
ഫിലോസഫിയെക്കുറിച്ച് പറയും, എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ജ്ഞാനശാസ്ത്രത്തെക്കുറിച്ച് പറയും. പിന്നെ അതിൻ്റെ ഒരു ബ്രാഞ്ചായിട്ട് എക്കണോമിക്സിനെ കുറിച്ച് പറയും. അവിടെ ഒരാളുണ്ട്, എക്കണോമിക്സിനെ കുറിച്ച് പറയും. എന്നിട്ട് പിന്നെ അതിൽ ഓരോ സബ് ബ്രാഞ്ചിനും പേര് കൊടുക്കുകയാണ്. ഇതാണ് ഒരു വിജ്ഞാന സമീപനം, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അതാണ്. ഇനി ഫിസിക്സ് എടുത്തോളൂ, അല്ലെങ്കിൽ കെമിസ്ട്രി എടുത്തോളൂ, നാച്ചുറൽ സയൻസ് എന്തെടുത്താലും അതിലൊക്കെ തന്നെ നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് അതിനൊക്കെ ഒരുപാട് ഉപമേഖലകൾ അങ്ങനെ ഉണ്ടെന്നാണ്. അതിനൊക്കെ ഓരോ പേരിടുകയാണ്. നമ്മൾ ആദ്യം ചെയ്യുന്ന പണി അതാണ്. ഉദാഹരണത്തിന് നമ്മൾ ഈ രശ്മികളെ കുറിച്ച് പഠിക്കുമ്പോൾ വളരെ വിചിത്രമായൊരു പെർഫോമൻസ് കഴിയണ ഒരു രശ്മി കണ്ടെത്തി. എന്താ അതിൻ്റെ പ്രത്യേകത? മനുഷ്യ ശരീരത്തിനൊക്കെ തുളച്ച് കടന്നു പോകാൻ കഴിയുന്നത്. എന്നിട്ട് ഉള്ളിലുള്ള ഇപ്പോൾ ബോൺ സ്ട്രക്ചർ, നമ്മളെ എല്ലും കൂടുണ്ടല്ലോ, സ്കെലിറ്റൻ, അത് കാണാം. ശരീരത്തിൻ്റെ കുടലിനകത്ത് നടക്കുന്ന സംഗതികൾ കാണാം. ഇതൊക്കെ കാണാൻ കഴിയുന്ന, അതിലേക്കൊക്കെ ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്ന ഒരു രശ്മി. അതിന് എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ സ്വഭാവം മാത്രമേ അറിയുള്ളൂ. നമ്മളെന്താ പേരിട്ടത്? എക്സ് എന്നാ പേരിട്ട്. എന്തുകൊണ്ടാണ് എക്സ് എന്ന് പേരിട്ടത്? അത് മിസ്റ്റീരിയസ് ആണ്. നമുക്കതിൻ്റെ പല തലങ്ങളും അറിയില്ല. നിങ്ങൾ മാൽക്കം എക്സ് എന്ന് കേട്ടിട്ടുണ്ടോ? മാൽക്കം എക്സ് എന്നുള്ള അമേരിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ കൂട്ടത്തിൽ വളരെ പ്രഗത്ഭനായ ഒരു നേതാവായി ജീവിച്ചു മരിച്ചു പോയ ഒരാളാണ് മാൽക്കം എക്സ്. ഷഹീദാണ്. ഷഹീദ് മാൽക്കം എക്സ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം ഇസ്ലാമിൻ്റെ പാതയിലേക്ക് വന്ന അൽ ഹാജ് മാലിക് ഷഹബാസ് എന്നൊക്കെ പേര് സ്വീകരിച്ച ഒരു മനുഷ്യനാണ്. ഇയാൾ വലിയ അപകടം ഉണ്ടാക്കുമെന്ന് മനസ്സിലായിട്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ വെടിവെച്ച് കൊന്നതാണ് അദ്ദേഹത്തെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ മാൽക്കമിനോടൊപ്പം എക്സ് കൊടുത്തതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ പ്രപിതാക്കളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയില്ല. കാരണം ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചു കൊണ്ടുവന്ന് അമേരിക്കയിൽ അടിമകളാക്കപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു അദ്ദേഹം. അപ്പോൾ പൂർവികർ ആരായിരുന്നു, കുടുംബം ഏതാണ്, വാപ്പ ആരാണ് എന്നതൊന്നും കൃത്യമായിട്ട് അറിയാത്ത ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മാൽക്കം ലിറ്റിൽ, യജമാനൻ്റെ പേരാണ് ലിറ്റിൽ എന്നുള്ളത്, ആ പേര് വേണ്ടെന്ന് വെച്ചിട്ട് എക്സ് എന്നുള്ള പേരായി സ്വീകരിച്ച്. അങ്ങനെയാണ് അദ്ദേഹം മാൽക്കം എക്സ് ആവണത്. എൻ്റെ അച്ഛൻ ലിറ്റിൽ അല്ല, അത് എൻ്റെ ഉടമസ്ഥനായിരുന്ന ആളാണ്. എൻ്റെ അച്ഛൻ്റെ പേര് എനിക്ക് അറിയില്ല, അല്ലെങ്കിൽ എൻ്റെ പൂർവികരെ അറിയില്ല. അതുകൊണ്ട് ഞാൻ എക്സ് എന്നുള്ള പേര് സ്വീകരിക്കും. എന്തോ ആവട്ടെ. അപ്പോൾ എക്സ്റേ എന്നുള്ള ആ പേര് വരുന്നത് മനുഷ്യന് അറിവില്ലായ്മ കൊണ്ടാണ്. ആ റേയെ കുറിച്ച് വേണ്ടത്ര അറിയാത്തത് കൊണ്ട് തൽക്കാലത്തിന് ഒരു പേരിട്ട് വെച്ചു. അതാണ് എക്സ് എന്നുള്ളത്, എക്സ് റേ. ക്ലിയർ ആയല്ലോ? ഇതുപോലെ നമ്മൾ അനുദിനം ഓരോ പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇതിൽ ഒക്കെയും നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടുന്നത് പടച്ച തമ്പുരാൻ്റെ ആയാത്തുകളുടെ പുതിയ 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 തലങ്ങളാണ്. അപ്പോൾ ആരാണ് അള്ളാൻ്റെ ആയാത്തുകളെ കുറിച്ച് ഗവേഷണം ചെയ്യുന്നത്? ഖുർആൻ പഠിതാക്കളാണോ? അവർ തീർച്ചയായിട്ടും ഉണ്ട്. കൂടാതെ അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞവരോ അല്ലാത്തവരോ ആയ കോടിക്കണക്കിന് മനുഷ്യർ ആ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരാണ് അറിവിൻ്റെ പുതിയ മേഖലകളിലേക്ക് എത്തുന്നത്. അവരിൽ ചിലർ ആ ആയാത്തുകളുടെ സൂചനകൾ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ കണ്ടെത്തും. വേറെ ചിലർ ഭാഗ്യം കെട്ടവരായിട്ട് മരിച്ചു പോകും. ഈ രണ്ട് സാധ്യതയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണ് ഒരു ആയത്ത് എന്നുള്ള ചോദ്യം നമ്മുടെ മുന്നിൽ വരികയാണ്. എന്താണ് ഒരു ആയത്ത് എന്ന് പറഞ്ഞാൽ? ഖുർആനിലൊരു വാചകം എന്നാണോ? വാചകം എന്നാണെങ്കിൽ വാചകമല്ല. കാരണം ചില ആയത്തുകളിൽ ഒരുപാട് വാചകങ്ങളാണ്. ഇപ്പോൾ ആയത്തുദ്ദൈൻ എന്ന് പറഞ്ഞ ഒരു ആയത്തുണ്ട് ഖുർആനിൽ, 282 ആയത്ത്, സൂറത്തുൽ ബഖറയിലെ ഒരു പേജ് നീളാണ്. അതിൽ ഒരുപാട് ആയത്തുകളുണ്ട്. ചില ആയത്തുകൾ ആയത്ത് അവസാനിച്ചാലും വാചകം അവസാനിക്കില്ല, അത് അടുത്ത ആയത്തിലേക്ക് നീണ്ടുപോവുകയാണ് വാചകം. അങ്ങനെയും ഖുർആനിൽ ആയത്തുണ്ട്. അപ്പോൾ വാചകം എന്നല്ല, ശ്ലോകം എന്നാണോ അർത്ഥം? ആയത്തെന്ന് പറഞ്ഞാൽ പദ്യത്തിൻ്റെ വരി എന്നാണോ? ഇതൊന്നുമല്ല. ആയത്തെന്ന് പറഞ്ഞാൽ ആയത്ത് മാത്രമാണ്. എങ്ങനെ അതിനെ നിർവചിക്കും? നിർവചിക്കൽ ബുദ്ധിമുട്ടാണ്. നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാൻ എൻ്റെ ശ്രമഫലമായിട്ട് പറയാറുള്ള ഒരു ഡെഫിനിഷൻ, അത് അതിവിസ്മയകരമായ ഒരു ദൈവിക പ്രതിഭാസമാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? നമ്മളത് എക്സ്പ്ലോർ ചെയ്യണതിനനുസരിച്ച് അതിൻ്റെ സാധ്യതകൾ ഇങ്ങനെ വികസിച്ച് വരും. അത് ഖുർആനിലുള്ള ആയത്തായാലും ഈ പ്രപഞ്ചത്തിലുള്ള ആയത്തായാലും അതിൻ്റെ സാധ്യതകൾ അങ്ങനെ വിപുലമായിട്ട് വരും. ഇന്നലെ മനസ്സിലാക്കിയതിനേക്കാൾ ഒരുപാടേറെ ഇന്ന് മനസ്സിലാവും, നാളെ അതിനേക്കാളേറെ മനസ്സിലാവും. പ്രപഞ്ചത്തിലെ ഏത് പ്രതിഭാസവും അങ്ങനെയാണ്.
ഇപ്പോൾ വിരൽത്തുമ്പ് ഖുർആനിലൊരു വാചകമുണ്ട്, ബലാ ഖാദിരീന അലാ നുസവ്വിയ ബനാന, നിങ്ങളുടെ വിരലുകളെ രൂപകൽപ്പന ചെയ്യാൻ പറ്റിയവനാണ് കേട്ടോ അവൻ എന്നാണ് അള്ളാഹിനെ പറ്റി പറയണത്. ബലാ ഖാദിരീൻ, അവൻ കഴിവുള്ളവനാണ്. എന്തിന്? അലാ അൻ നുസവ്വിയ ബനാന. ബനാന എന്ന് പറഞ്ഞാൽ ഇതാണ് വിരലുകൾ. ഇംഗ്ലീഷിൽ നേന്ത്രപ്പഴത്തിനാണ് പറയല്ലേ, അറബിയിൽ നിന്ന് വന്നതാണത്. നേന്ത്രപ്പഴം എന്ന അർത്ഥം അതിന് ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് കൈവിരലുകളായിരുന്നു അത്. അതാണ് കൈവിരലിൻ്റെ രൂപത്തിലാണ് നേന്ത്രപ്പഴത്തിൻ്റെ ഒരു പടല അല്ലേ. അതുകൊണ്ടാണ് ആ പേര് ഇംഗ്ലീഷിൽ ബനാന എന്ന് വന്നിട്ടുള്ളത്. അത് എറ്റിമോളജി എന്നാണ്, ആ ബ്രാഞ്ച് ഓഫ് ലേണിങ്ങിന് പറയുക എറ്റിമോളജി എന്നാണ്, പദോൽപ്പത്തി ശാസ്ത്രം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ ആയത്ത് എന്ന് പറഞ്ഞാൽ അത് ഖുർആനിലുള്ളതായാലും ഈ പ്രപഞ്ചത്തിലുള്ളതായാലും അനുദിനം വികസിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു അതിവിസ്മയകരമായ ദൈവിക പ്രതിഭാസമാണ്. വിശ്വാസം വരുന്നില്ലല്ലേ? അത് ഖുർആനിലുള്ള ആയത്തിനും അങ്ങനെ വിസ്മയകരമായ അർത്ഥം ഉണ്ടാവുമോ? ഇന്നലെ ഒരുപാട് പണ്ഡിതന്മാരൊക്കെ കഴിഞ്ഞു പോയില്ലേ, അവർക്കൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തത് നമുക്ക് മനസ്സിലാവുമോ? ഇപ്പോൾ മനസ്സിലാവും എന്നാണ് ഖുർആൻ പറയുന്നത്. കാരണം എന്താ? ഇന്ന അലൈന ബയാന എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതിൻ്റെ വിശദീകരണം നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന്. അതിൻ്റെ ജമ്മിൻ്റെ ഉത്തരവാദിത്തം അതിനെ ക്രോഡീകരിച്ച് സംരക്ഷിക്കലും അതിൻ്റെ വിശദീകരണം നൽകലും നമ്മുടെ ചുമതലയാണ് എന്ന് ഖുർആൻ പറയുന്നു. അള്ളാഹ് നേരിട്ട് വന്ന് പറയുമോ? ഖുർആൻ ആയാത്തുകളുടെ വിശദീകരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് വിശദീകരിച്ച് തരികയാണോ ചെയ്യുക? ഇല്ല. അതിൻ്റെ തുടക്കം മുതൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുഖേന പറഞ്ഞു തന്നു. അതൊരു ഘട്ടമാണ്. ഇനിയും ഒരുപാട് ഘട്ടങ്ങൾ അതിന് പിന്നിടാനുണ്ട്. അതിന് ഭൂമുഖത്ത് മനുഷ്യരുടെ എക്സ്പ്ലോറേഷൻ്റെ ഭാഗമായിട്ട് അനാവൃതമായി കിട്ടുന്ന അറിവിൻ്റെ പുതിയ പുതിയ ചക്രവാളങ്ങളിലേക്ക് നീങ്ങുമ്പോൾ ഖുർആൻ്റെ ആയാത്തുകൾക്ക് പുതിയ പുതിയ സാധ്യതകളും തുറന്നു വരും. ഒരു ഉദാഹരണം പറയാം. ഒരു 2-3 വർഷം മുമ്പാണ് ഞാൻ പത്രത്തിലൊരു റിപ്പോർട്ട് വായിച്ചത്. ഒരു എംബ്രിയോളജിയെ കുറിച്ച് പഠിച്ച ഒരു ശാസ്ത്രജ്ഞൻ, ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്. അയാൾ യഹൂദനായിരുന്നു. അയാൾക്ക് അങ്ങനെ മതമൊന്നുള്ള ആളല്ല, യഹൂദ കുടുംബത്തിലുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തലിനെ തുടർന്ന് ഇസ്ലാം സ്വീകരിക്കുകയാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ, അയാൾ പഠിച്ചത് സ്ത്രീകളുടെ ഈ വിവാഹമോചനമോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മരണമൊക്കെ കഴിഞ്ഞാൽ ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഒരു മര്യാദയുണ്ട്. അതിനാണ് ഇദ്ദ എന്ന് പറയാം. അവർ പുനർവിവാഹത്തിൻ്റെ മുമ്പ് ചെലവഴിക്കേണ്ട ഒരു സമയം, ആ സമയം എണ്ണം കണക്കാക്കി പാലിക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ നിർദ്ദേശം. ഇപ്പം ഭർത്താവ് മരിച്ചതാണെങ്കിൽ 4 മാസവും 10 ദിവസവും, വിവാഹമോചിതയാണെങ്കിൽ 3 ആർത്തവകാലം. ഇതാണ് അതിൻ്റെ നിർദ്ദേശം. അപ്പം ഇത് എന്തുകൊണ്ട് ഇസ്ലാം അങ്ങനെ ഒരു കണിശമായ നിർദ്ദേശം വെച്ചു എന്നത് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഒരു അവസരം ഉണ്ടാവുകയാണ്. അദ്ദേഹം എന്താണ് ഒരു സ്ത്രീയുമായുള്ള വൈവാഹിക ബന്ധത്തിൽ നിന്നൊരാൾ വേർപ്പെടുമ്പോൾ ആ സ്ത്രീയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചപ്പോൾ അയാൾ കണ്ടെത്തിയൊരു കാര്യം, സ്ത്രീ പുരുഷ ശാരീരിക ബന്ധം ഉണ്ടാകുന്നതോടുകൂടി പുരുഷൻ്റെ പല പാർട്ടിക്കിൾസും സ്ത്രീയുടെ ശരീരത്തിൽ എത്തുന്നുണ്ട്. ഇത് പൂർണ്ണമായും ശരീരത്തിൽ നിന്ന് പോയി ക്ലീൻ ആവണമെങ്കിൽ 3 മെൻസ്ട്രൽ സൈക്കിൾസ് കഴിയണം. 3 മെൻസ്ട്രൽ സൈക്കിൾസ് പിന്നിട്ടാലേ, 3 ആർത്തവകാലം പിന്നിട്ടാലേ സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് പുരുഷ കണം പൂർണ്ണമായിട്ട് പോവുള്ളൂ എന്നുള്ളതാണ്. അത് മുഴുവനായിട്ടും പോകുന്നതിൻ്റെ മുമ്പ് ആ സ്ത്രീ ഒരു പുരുഷനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് പല അപകടകരമായ പല ശാരീരികവും മാനസികവുമായ വിഷയങ്ങളിലേക്ക് അത് നയിക്കാൻ സാധ്യതയുണ്ട് എന്നൊരു കണ്ടെത്തലാണ് ഇദ്ദേഹം നടത്തുന്നത്. ഇത് ഇസ്ലാമിൻ്റെ ഈ നിർദ്ദേശത്തിൻ്റെ രഹസ്യം അയാൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അത് അത്ഭുതപ്പെട്ടുകൊണ്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന ആളായി മാറി ഇസ്ലാം സ്വീകരിച്ചു. പത്രങ്ങളിലൊക്കെ റിപ്പോർട്ട് വന്ന ഒരു കാര്യമാണത്. ഞാനിവിടെ അത് മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആ പത്രക്കുറിപ്പ്. ഞാൻ സൂചിപ്പിച്ചു വന്നത് അള്ളാൻ്റെ ഒരു ആയത്താണ് അവിടെ വെളിപ്പെട്ടത് അല്ലേ. പടച്ച തമ്പുരാൻ മനുഷ്യൻ്റെ പ്രകൃതിയിൽ വെച്ചിട്ടുള്ള ആയത്ത് അത് അള്ളാഹ് പറയുന്നുണ്ടോ?
തീർച്ചയായിട്ടും പറയുന്നുണ്ട് ഖുർആനിൽ, സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖി വഫി അൻഫുസിഹിം, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നാം അവർക്ക് കാണിച്ചു കൊടുക്കും. ആഫിൽ ആഫാഖി, പ്രപഞ്ചത്തിൻ്റെ സാകല്യത്തിലായിട്ട്. ആഫാഖ് എന്ന് പറഞ്ഞാൽ ചക്രവാളം എന്നാണ് വാക്കിൻ്റെ അർത്ഥം, ചക്രവാളങ്ങൾ എന്ന്. ചക്രവാളം എന്ന് പറഞ്ഞാൽ എന്താ? അടുത്ത് ചെല്ലുമ്പോൾ അകന്നു പോകുന്ന സാധനമാണ് ചക്രവാളം, അല്ലേ? ഇവിടുന്ന് ചക്രവാളത്തിലേക്ക് എത്ര അകലുണ്ടെന്നുള്ളത് പറഞ്ഞാൽ ആർക്കും കഴിയുമോ? നമ്മളത് തേടി എങ്ങനെ അങ്ങോട്ട് പോയാൽ അത് അകന്നകന്ന് പോകും. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്നത്, അള്ളാഹുവിൻ്റെ ആയാത്തുകളെ വെളിപ്പെടുത്തുന്ന അനുഭവങ്ങൾ, നമുക്ക് വെളിപ്പെടുന്ന അനുഭവങ്ങൾ നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് ഈ കൗനിലുള്ള അസംഖ്യം ആയാത്തുകൾ അള്ളാഹുവിൻ്റെതായി വെളിപ്പെട്ടു വരും. അത് വെളിപ്പെടുന്നതിനനുസരിച്ച് ഖുർആൻ്റെ വായനാ സാധ്യതകൾ അങ്ങനെ വികസിച്ചുകൊണ്ടേ വരും. ഓരോ പുതിയ കണ്ടെത്തലുകൾ ഉണ്ടാകുമ്പോഴും അത് മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് പ്രയോജനമുള്ളതാണ്, അല്ലേ? അതേപോലെ തന്നെ അള്ളാഹിൻ്റെ ആയാത്തുകൾ മനസ്സിലാക്കാനും സാധ്യത തരുന്നതാണ് എന്നതാണ് അതിൻ്റെ ഏറ്റവും കൗതുകകരമായ സംഗതി. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ ചില മൃഗങ്ങളെ പരാമർശിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് നാം വാഹനങ്ങളായിട്ട് ഒരുക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ആ ആയത്ത് ഇറങ്ങുന്ന കാലത്ത് ഏതെങ്കിലും രൂപത്തിലുള്ള വാഹനം ഉണ്ടോ എന്നത് സംശയമാണ്. ഒട്ടകങ്ങളെയും കുതിരകളെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് പോലും ചക്രങ്ങൾ ഉപയോഗിച്ചുള്ള വാഹനം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് തന്നെ എനിക്കറിയില്ല, അത് നോക്കണം. അതൊന്ന് പരിശോധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. എന്തായാലും പിന്നീട് നിങ്ങൾക്ക് അറിയാത്ത കുറേ നിങ്ങൾ കയറിപ്പോകുന്ന വാഹനങ്ങളും നാം നിങ്ങൾക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കാണുന്നത് എന്താണ്? കരയിലോടുന്ന, കടലിലോടുന്ന, ആകാശത്തിലോടുന്ന വാഹനങ്ങൾ ധാരാളം, ഒന്നിനു പുറകെ ഒന്നായിട്ട് മനുഷ്യൻ രൂപകൽപ്പന ചെയ്യാണ്. മനുഷ്യൻ രൂപകൽപ്പന ചെയ്യുമ്പോൾ നമ്മളുടെ ഈ പ്ലാറ്റ്ഫോമിൽ ഒരാൾ പതിവായിട്ട് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, അതിൻ്റെ ഒക്കെ ക്രെഡിറ്റ് അള്ള എടുക്കുകയാണോ എന്നുള്ളത്. അള്ള ക്രെഡിറ്റ് എടുക്കും. കാരണം എന്താ? മനുഷ്യൻ അള്ളാൻ്റെ തന്നെ ഒരു പ്രോഡക്റ്റാണ്. മനുഷ്യൻ്റെ ബ്രെയിനിനെ, മനുഷ്യൻ്റെ ഇമാജിനേഷനെ, മനുഷ്യൻ്റെ ഭാവനയെ രൂപകൽപ്പന ചെയ്ത റബ്ബല്ലാതെ വേറെ ആർക്കാണ് അതിൻ്റെ റോയൽറ്റി? ഇത് ഡിസൈൻ ചെയ്യുന്നത് മനുഷ്യനാണ്. മനുഷ്യനെ ഡിസൈൻ ചെയ്ത റബ്ബാണ് പറയണത് നിങ്ങൾക്കായിട്ട് ഞാനത് ഒരുക്കി തന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അത് അള്ളാൻ്റെ തന്നെ ഒരു സംവിധാനം ഒരുക്കലാണ് എന്നത് വ്യക്തമാണ്. ഞാൻ സൂചിപ്പിച്ചത് ആയാത്തുകളെ കുറിച്ചാണ്. വിശുദ്ധ ഖുർആനിൽ 2 തരം ആയാത്തുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും. മുഹക്കമാത്തായ ആയത്തുകളുണ്ട്, മുത്തശാബിഹത്തായ ആയത്തുകളുണ്ട്. അതിലെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞു തരുന്ന ആയത്തുകൾക്കാണ് നമ്മൾ മുഹക്കമത്തായ ആയത്തുകൾ എന്ന് പറയാം. ചില സാദൃശ്യങ്ങൾ തോന്നുകയും അർത്ഥം മുഴുവനായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് തോന്നുകയും ചെയ്യുന്ന ചില ആയത്തുകളുണ്ട്. അതിനാണ് മുത്തശാബിഹത്തായ ആയത്തുകൾ എന്ന് പറയാം. വലിയൊരു സാധ്യതയാണ് അള്ളാഹു അതിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. അത് മനനം ചെയ്തുകൊണ്ടേയിരിക്കണം. അത് ഞാനിപ്പം തന്നെ കണ്ടുപിടിക്കും എന്നുള്ള വാശിയൊന്നും വേണ്ട. പക്ഷെ അള്ളാഹു സമയമാകുമ്പോൾ ആരിലെങ്കിലൂടെയും ആയിട്ട് അത് വെളിപ്പെടുത്തും. അത് അവൻ്റെ ഒരു പദ്ധതിയാണ്. ആ വിധത്തിൽ അള്ളാഹു അതിനെ വെളിപ്പെടുത്തും. അപ്പോൾ 2 തരം ആയത്തുകൾ വിശുദ്ധ ഖുർആനകത്തുണ്ട്. ഇനി പ്രപഞ്ചത്തിലുള്ള 2 തരം ആയത്തുകളുണ്ട്. അത് ഏതൊക്കെയാണ്? അതാണ് ഞാൻ നേരത്തെ കേൾപ്പിച്ച ആയത്തിൽ അടങ്ങിയത്. സനുരീഹിം ആയാത്തിന ഫിൽ ആഫാഖ്. ഈ പ്രപഞ്ച സാകല്യത്തിലായിട്ട് നാം അവർക്ക് ആയാത്തുകൾ, നമ്മുടെ ആയാത്തുകൾ കാണിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. അത് വിരൽ തുമ്പിലുണ്ടാവും, നെറ്റിത്തടത്തിലുണ്ടാവും, നമ്മുടെ ചർമ്മത്തിലുണ്ടാവും, കോശത്തിലുണ്ടാവും, ഒക്കെ ഉണ്ടാവും. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടെത്തുന്ന, ദിനേന നമ്മൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന പലതിലും ഉണ്ടാവും. അതൊക്കെയും അള്ളാൻ്റെ ആയാത്തുകളാണ്. വഫി അംഫുസിഹിം, അവരുടെ തന്നെ സ്വത്വങ്ങളിലും. ഒന്ന് വായിച്ചു നോക്കൂ. അത് നമ്മുടെ ആയാത്തുകൾ നാം അവർക്ക് കാണിച്ചു കൊടുക്കും. ഈ പ്രപഞ്ച സാകല്യത്തിലും അവരുടെ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ സ്വത്വങ്ങളിലും. അംഫുസ് എന്ന് പറഞ്ഞാൽ നഫ്സ്. നഫ്സ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അത് പറയാൻ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല വാക്ക് സ്വത്വം എന്നാണ്. സ്വത്വം, അവരുടെ സ്വത്വങ്ങളിലും എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്ന എൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലും, പ്രപഞ്ചം എന്ന എൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളിലും നാം നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തുകൊണ്ടേ ഇരിക്കും. എന്തിനാണ്? ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അവൻ ഹഖാണ് എന്നത്, പടച്ച തമ്പുരാൻ സത്യമാണ്, യാഥാർത്ഥ്യമാണ് എന്നത് അവർക്ക് ബോധ്യപ്പെടുന്നതിന് വേണ്ടി, ബോധ്യപ്പെടുന്ന വിധം, ഇതാണ് ഖുർആൻ പറയുന്ന കാര്യം. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാം. ലോകത്ത് ആകെ എത്ര സർവകലാശാലകൾ ഉണ്ടാവും?
ലക്ഷക്കണക്കിനുണ്ടാവും അല്ലേ? നമ്മുടെ നാട്ടിൽ തന്നെ 100 കണക്കിന് സർവകലാശാലകളുണ്ട്. അപ്പോൾ ലോകം ആകെ ഉള്ളത് ലക്ഷത്തിലേറെ സർവകലാശാലകളൊക്കെ ഉണ്ടാവും. ഇവിടങ്ങളിലൊക്കെ പഠിക്കുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ അവിടെ ഗവേഷണം ചെയ്യുന്നതും പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ആയ മുഴുവൻ വിഷയങ്ങളും 2 തലക്കെട്ടിന് കീഴിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അത് ഏതൊക്കെയാണ്? ഒന്ന്, ഈ പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങൾ, അതിനെ നമുക്ക് സയൻസ് എന്ന് വിളിക്കാം, ശാസ്ത്രം എന്ന് വിളിക്കാം. രണ്ടാമത്തത് മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പഠനങ്ങൾ, അതിനെ നമുക്ക് ഹ്യൂമാനിറ്റീസ് എന്ന് വിളിക്കാം. ഇതല്ലാത്ത ഏതെങ്കിലും ഒരു വിഷയം ആരെങ്കിലും പഠിക്കുന്നുണ്ടോ? ഏതെങ്കിലും സ്ഥാപനത്തിലാവട്ടെ, ഈ 2 മേഖലകളിൽ പ്രപഞ്ചം, മനുഷ്യൻ, ഫിൽ ആഫാഖ് വഫി അംഫുസ്, ഈ 2 പഠന മേഖലകളിൽ അല്ലാതെയായിട്ട് ലോകത്തെ എവിടെയെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? അപ്പോൾ പഠിക്കുന്നതൊക്കെയും അള്ളാന്റെ ആയത്താണെന്ന് മനസ്സിലായോ അല്ലേ? ഈ കൗനിനെ കുറിച്ചാണ് പിന്നെ ആയത്ത്. ഇനിയുള്ള 3ാമതൊരു പഠന മേഖലയുണ്ട്. അതാണ് ഈ ആയത്ത് തന്നെ പറയുന്ന ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അള്ളാഹിനെ കുറിച്ചുള്ള പഠനമാണ്. അള്ളാഹിനെ ബോധ്യപ്പെടൽ എങ്ങനെ? ആഫാക്ക് കണ്ടിട്ട്, അംഫുസ് കണ്ടിട്ട്, ഈ ആയാത്തുകൾ കണ്ടിട്ടാണ് അള്ളാഹിനെ നമുക്ക് ബോധ്യപ്പെടുക. ആ വിധത്തിൽ പ്രപഞ്ചത്തിലെ തൂണിലും തുരുമ്പിലും അണുവിലും ഒക്കെ അള്ളാഹിൻ്റെ ആയാത്തുകൾ നമുക്ക് നിരന്തരം വെളിപ്പെട്ടുകൊണ്ടേയിരിക്കും. അത് വെളിപ്പെട്ട് ബോധ്യപ്പെട്ടിട്ട് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നവനാണ് ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന ആ ഡിസിപ്ലിൻ സ്വീകരിച്ച ഒരു പഠിതാവ്. അത് ആ ഡിസിപ്ലിൻ സ്വീകരിക്കാത്ത ഒരാൾ അത് പറയാൻ സാധ്യതയില്ല. ചിലരങ്ങനെ എത്തും. നേരത്തെ ഞാൻ പറഞ്ഞ ശാസ്ത്രജ്ഞനൊക്കെ അങ്ങനെ എത്തിയ കൂട്ടത്തിലാണ്. പലരും അങ്ങനെ എത്താറുണ്ട്, എല്ലാവരും എത്തിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ 2 മേഖലകൾ, വിശുദ്ധ ഖുർആനിൽ 2 തരം ആയാത്തുകൾ, പ്രപഞ്ചത്തിലും നമ്മൾ പ്രപഞ്ചവും മനുഷ്യനും, ഇതിൻ്റെയൊക്കെ ഫലം, ലക്ഷ്യം എന്താണ്? ഹത്താ യതബയ്യന ലഹും അന്നഹുൽ ഹഖ്. അവർക്ക് അള്ളാഹു എന്നത് യാഥാർത്ഥ്യമാണ്. അതിന് ഖുർആനാണെന്ന് മനസ്സിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല. ഖുർആൻ എന്നത് യാഥാർത്ഥ്യമാണ്, അല്ലെങ്കിൽ പ്രവാചകൻ യാഥാർത്ഥ്യമാണ് എന്നൊക്കെ മനസ്സിലാക്കുന്നതിനും അതിൽ ഭാഷാപരമായിട്ട് സാധ്യതയുണ്ട്. ഞാൻ ഒന്നും ആണെന്ന് കൃത്യമായിട്ട് അങ്ങനെ പറയില്ല, അത് പറയേണ്ട ആളുമല്ല ഞാൻ. പക്ഷെ നമുക്ക് ആലോചിക്കുമല്ലോ അങ്ങനെയൊക്കെ. അത് നമ്മളുടെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഈ 2 വിധത്തിലുള്ള ആയാത്തുകൾ ഖുർആനിലും കാണാം, 2 വിധത്തിലുള്ള ആയാത്തുകൾ നമ്മുടെ ചുറ്റുപാടിലും കാണാം. ഇത് അള്ളാഹിനെ ബോധ്യപ്പെടാൻ വേണ്ടിയുള്ള അടയാളങ്ങളാണ്. അതാണ് ആയത്ത് എന്ന് പറഞ്ഞാൽ. ഒരു സംഗതിയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഇത് ഈ ലോകം സനാതത്വമുള്ളൊരു ലോകമാണ്, ഇതിനൊരു നാഥനുണ്ട് എന്നത് നമുക്ക് ബോധ്യപ്പെടുത്തുന്ന ഒരു പ്രതിഭാസത്തിൻ്റെ പേരാണ് ആയത്ത് എന്ന്. അത് നമ്മുടെ വിരലാവാം, കണ്ണാവാം, കണ്ണിൻ്റെ കൃഷ്ണമണിയാവാം, കണ്ണുനീരാവാം, നമ്മുടെ മൂക്കിൻ്റെ ആകൃതിയാകാം, വളരുന്ന മീശയാവാം, വളരാത്ത ചുണ്ടുകളാവാം, അല്ലേ? ഇതൊക്കെ ആവാം. ഇതൊക്കെയും അള്ളാഹുവിൻ്റെ ആയാത്തുകളാണ്. ഇത് ഈ പ്രപഞ്ചത്തിന് സകല സംഗതികളും മുൻകൂട്ടി ആലോചിച്ച് ആസൂത്രണം ചെയ്ത ഒരു നാഥനുണ്ട് എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്ന അടയാളങ്ങളാണ്. അറബി ഭാഷയിൽ ആയത്ത് എന്ന് പറഞ്ഞ അടയാളം എന്ന അർത്ഥം. അടയാളം എന്ന അർത്ഥത്തിൽ തന്നെ പലയിടത്തും ആ പദം ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് നിയോഗിച്ചയക്കപ്പെട്ട ഒരു രാജാവിനെ കുറിച്ച്, ആ രാജാവാണെന്നുള്ളതിന് എന്താ തെളിവെന്ന് നാട്ടുകാർ ചോദിച്ചിരുന്നു. അവർ ആദ്യം അള്ളാഹിനോട് കുറേ ചോദിച്ചതാണ്, ഒരു രാജാവിനെ ഞങ്ങൾക്ക് നിശ്ചയിച്ച് തരണം എന്നൊക്കെ. രാജാവിനെ അയച്ചു കൊടുത്തപ്പോൾ ഇവനെങ്ങനെ രാജാവാകുക, ഇവനേക്കാളൊക്കെ സമ്പന്നര് ഞങ്ങളല്ലേ, കൂടുതൽ മുന്തിയ തറവാട്ടുകാർ ഞങ്ങളല്ലേ എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. അവസാനം അള്ള നിശ്ചയിച്ച് അയച്ച രാജാവാണ്, തെളിവും എന്താ പിടിച്ചോളെ എന്ന് പറഞ്ഞിട്ട്, എന്താണ് തെളിവ്? നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ഒരു പ്രതാപമുണ്ട്, നിങ്ങളുടെ മീറാസൊക്കെയും സംരക്ഷിക്കപ്പെട്ടിരുന്ന ഒരു പെട്ടകമുണ്ട്, ആ പെട്ടകം ഇയാളുടെ കയ്യാൽ നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അത് തിരിച്ചു കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, അള്ള നിയോഗിച്ചയച്ച രാജാവായിരുന്നു ഇദ്ദേഹം എന്ന്. ഇത് അള്ള ഉപയോഗിച്ച വാക്ക് ആയത്ത് എന്നാണ്. ഇന്ന ആയത്ത് മുൽക്കി, അയാളാണ് രാജാവ് എന്നതിൻ്റെ തെളിവ്, അതിൻ്റെ അടയാളം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ നിങ്ങളുമായുള്ള ഈ അഭിസംബോധന ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഖുർആൻ ഒരു അതിവിസ്മയകരമായ ഒരു ലോകമാണ്. നമ്മുടെ ജീവിതം ഏറ്റവും ധന്യമാക്കി മാറ്റാൻ ഖുർആനുമായിട്ടുള്ള സുഹബത്ത് നമുക്ക് സഹായകമാകും. കൂടെ ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഈ സംഗതികളൊക്കെയും ബോധ്യപ്പെടുകയും അറിയുകയും ആഴങ്ങൾ ഉൾക്കൊള്ളുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മേൽ വലിയ ഉത്തരവാദിത്വം ചുമതലയും വന്നു ചേരുന്നുണ്ട്. പലപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട പലരെയും കാണുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ ഒരു ഉൾവിളിയും ആശങ്കയും ബേജാറും വെപ്രാളമൊക്കെ ഉണ്ടാകൽ ഞാനതിൽ വേണ്ടത്ര വരുന്നില്ലല്ലോ, അതിന് കഴിയണില്ലല്ലോ എന്നുള്ള സങ്കടമാണ്. കാരണം അറിയുന്നതും പഠിക്കുന്നതും പ്രയോഗത്തിൽ എത്രത്തോളം കൊണ്ടുവരാൻ കഴിയുന്നു എന്നൊരു ചോദ്യം നേരിടാതെ ആരും അള്ളാൻ്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ ഒരു പേടി തീർച്ചയായിട്ടും നമുക്കൊക്കെ വേണ്ടതുണ്ട്. അള്ളാഹു ഈ വിശുദ്ധ ഖുർആനെ നമുക്ക് അനുകൂലമായി സാക്ഷ്യം പറയുന്ന ദൈവിക പ്രതിഭാസമാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യമാക്കി നമ്മുടെ ഹൃദയങ്ങളുടെ റബീഅ്, നമ്മളുടെ ഹൃദയങ്ങളുടെ വസന്തം തന്നെയാക്കി മാറ്റി തരുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളെയും പോരായ്മകളെയും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും നമ്മളുടെ അബദ്ധങ്ങളും പിഴവുകളും ഒക്കെ അവന് മൂടി വെച്ച് തരികയും ചെയ്യുമാറാവട്ടെ. അത് വലിയൊരു സംഗതിയാണ്. അപ്പോൾ കഫിറ അന്ന സയ്യിആത്തിന എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കൽ. എന്താണ് കഫിറ അന്ന എന്ന് പറഞ്ഞാൽ? നീ മറച്ചിടണേ, മറയിട്ട് വെക്കണേന്നാണ്, വേറെ ആരെയും കാണിച്ചു കൊടുക്കില്ലേ. വലാ തുഹ്സിന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ എല്ലാം വെളിപ്പെടുമല്ലോ. ഈ വെളിപ്പെടലിൻ്റെ ഘട്ടങ്ങളിൽ ഞങ്ങളെ നീ വഷളാക്കല്ലേ എന്നാണ് നമ്മൾ അള്ളാഹിനോട് പറയുന്നത്. പടച്ചമ്പരാൻ കബൂലാക്കട്ടെ. അള്ളാഹു നമുക്ക് ഐഹിക ലോകത്തും പാരത്രിക ലോകത്തും വിശുദ്ധ ഖുർആൻ്റെ സുഹബത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്ന, സൗഭാഗ്യം ലഭിച്ച, ഖുർആൻ അനുകൂലമായി സാക്ഷ്യം വഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.